വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ശുദ്ധ ഹൃദയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 51 അധ്യായം 10 വാക്യം. ദൈവമേ, എന്നിൽ ഒരു ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ, എന്റെ ഉള്ളിൽ ഒരു സ്ഥിരാത്മാവിനെ പുതുക്കണമേ. തന്റെ പാപത്തിന്റെ ഭാരം തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് ആഴമായ അനുതാപത്തോടെ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, എന്നിൽ ഒരു ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ. ആ വാക്കുകളെ കുറിച്ച് ഒരു നിമിഷം ധ്യാനിക്കൂ. ഒരു ശുദ്ധ ഹൃദയം, ഇതാണ് അവൻ ആഗ്രഹിച്ചത്. ഒരു മുറി വർഷങ്ങളോളം പൂട്ടി ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ അതിൽ പൊടി, അഴുക്ക്, ചിലന്തി വലകൾ എന്നിവ അടിഞ്ഞുകൂടും. അത് അടിച്ചു മാറ്റി കഴുകി വായുസഞ്ചാരം ചെയ്യുന്നതിനു ശേഷം മാത്രമേ അതിൽ വസിക്കാൻ യോഗ്യമാകൂ. അതുപോലെ വർഷങ്ങളോളം ദൈവത്തോട് മനുഷ്യഹൃദയം അടച്ചിരിക്കുമ്പോൾ പലവിധ അഴുക്കുകളാൽ നിറയാനിടയാകും. പാപം, കുറ്റബോധം, കയ്പ്, മോഹം, അഹങ്കാരം. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും യേശുവിന്റെ രക്തത്തിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ആ ആന്തരിക മുറി വീണ്ടും പുതിയതായിത്തീരുന്നു. ഇപ്പോൾ മാത്രമേ നാം വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നമുക്കെങ്ങനെ ഒരു ശുദ്ധമായ ഹൃദയം ലഭിക്കും? ഒന്നാമതായി ദൈവവചനത്തിലൂടെ. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ശുദ്ധമായിരിക്കൂ. ദൈവവചനത്താൽ നിറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകും. ഒരു യുവാവിന് എങ്ങനെ തന്റെ വഴി ശുദ്ധീകരിക്കാൻ കഴിയും? തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് സങ്കീർത്തനം 119 അധ്യായം 9 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾ തിരുവെഴുത്ത് അനുസരിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കാനും പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം വരുന്നു. രണ്ടാമതായി ശുദ്ധമായ കണ്ണുകളിലൂടെ. ഒരു വിശുദ്ധ ജീവിതത്തിന് വിശുദ്ധ കണ്ണുകൾ ആവശ്യമാണ്. യോബ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്ന്. ഇത് യോബ് 31 അധ്യായം 1 വാക്യത്തിൽ കാണപ്പെടുന്നു. യേശു പറഞ്ഞു, ഒരു സ്ത്രീയെ മോഹിക്കാൻ അവളെ നോക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന്. ഇത് മത്തായി സുവിശേഷം 5 അധ്യായം 28 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുക. നിയന്ത്രിക്കാതെ വിട്ടാൽ അവ നിങ്ങളുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തും. മൂന്നാമതായി വിശുദ്ധ കൈകളിലൂടെ. വിശുദ്ധ ജീവിതത്തിനും വിശുദ്ധ കൈകൾ ആവശ്യമാണ്. അശുദ്ധമായത് തുടരുതെന്ന് 2 കൊരിന്ത്യർ 6 അധ്യായം 16 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവം മുൻപാകെ നിങ്ങളുടെ കൈകൾ ദിവസവും സ്തുതിയിലും വിശുദ്ധിയിലും ഉയർത്തട്ടെ. നാലാമതായി ഒരു വിശുദ്ധ ശരീരത്തിലൂടെ. ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരു വിശുദ്ധ ശരീരം ആവശ്യമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് റോമർ 12 അധ്യായം 1 വാക്യത്തിൽ പറയപ്പെടുന്നു. ശരീരം ദുർനടപ്പിന് വേണ്ടിയുള്ളതല്ല, അത് ശുദ്ധതയിൽ സൂക്ഷിക്കപ്പെടണം. ദുർനടപ്പിൽ നിന്ന് ഓടിപ്പോവുക. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്ന് 1 കൊരിന്ത്യർ 6 അധ്യായം 18 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ മർത്യ ശരീരത്തെ പാപം ഭരിക്കാൻ അനുവദിക്കരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3 അധ്യായം 3 വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 39-40 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 11 അധ്യായം. ആമേൻ.